ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ബദ്രിനാഥാണുള്ളത്. നമ്മുടെ ഹിമാലയൻ യാത്രയുടെ 4ാം ദിവസത്തിലാണ്. അപ്പോൾ രാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന കാണാൻ വന്നതാണ് കേട്ടോ. നേരെ കാണുന്ന നീലകണ്ഠ പർവ്വതമാണ്. അവിടെ നല്ല സ്വർണ്ണ കളറിൽ സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിലൊരു കുഞ്ഞ് ഡോട്ടായിട്ട് വന്നതാണ്. ഇതിങ്ങനെ പടർന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അടുത്ത സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളൊരു മാജിക്കൽ വ്യൂ ആണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര രസമാണ് കേട്ടോ. തൊട്ട് താഴെയായിട്ടൊരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ രാവിലെ അതിൻ്റെ സൗണ്ടും നല്ലൊരു അടിപൊളി സൺറൈസ്. ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസത്തെ യാത്രയിൽ ഇന്നാണ് രാവിലെ നമുക്ക് ഇത്രയും തണുപ്പ് വരുന്നത്. ഒട്ടും തണുപ്പില്ല, തീരെ തണുപ്പില്ലല്ലേ. രാവിലെ ഒരു 8 ഡിഗ്രി ഉള്ളത്. ഫോറസ്റ്റ് മുഴുവൻ കാണാൻ. മലയാളത്തിലൊക്കെ ഉള്ളത് കിട്ടി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് നീലകണ്ഠ പർവ്വതമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ബദ്രിനാഥാണ് ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. വൈകിട്ട് അമ്പലത്തിൽ പോയി ആരതിയൊക്കെ തൊഴുതു. പിന്നെ അവിടെ കുറച്ച് കടയിലൊക്കെ കയറി ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. രാവിലെ 6 ഡിഗ്രി വരെ വന്നായിരുന്നു. അപ്പം രാവിലെ എന്നിട്ട് സൺറൈസ് ആണ് വന്നത്. ഇവിടെ നല്ല ഭംഗിയാണ്. ഈ പർവ്വതത്തെ ആദ്യം മേളിൽ പോയിന്റ് ആയിട്ടൊരു ഗോൾഡ് വരും. പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് ഫുൾ ഗോൾഡൻ ഇങ്ങനെ തിളങ്ങി നിൽക്കും. പിന്നെ അത് ഫുൾ വൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കാണാൻ പോയി. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതെങ്കിലും പോവാണ്. ഇനിയിപ്പം നമ്മൾ മന വില്ലേജ് കാണാനായിട്ടാണ് പോകുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മേളിലോട്ട് അങ്ങ് പോവാണ്, നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ മണ വില്ലേജിലോട്ട് പോകും. അപ്പോൾ എല്ലാവരും ബസ്സൊക്കെ കയറുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം മറ്റേ തെർമലും സ്വെറ്ററും ഗ്ലൗസൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇച്ചിരി വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞു. നമുക്ക് എന്തായാലും പോവാം. അപ്പം ഇന്നത്തെ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, രാവിലെ നമ്മൾ ബദ്രിനാഥിലെ ഹോട്ടലിൽ നിന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇത് ദിവാകർജി ഇന്നത്തെ കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. ഭാരതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മാന വില്ലേജ്. അപ്പോൾ അവിടുത്തെ വ്യാസഗുഹയും തൊട്ട താഴെ തന്നെ ഗണപതി വ്യാസഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗണപതിയാണ് എഴുതിയെടുത്തെന്നുള്ള ചരിത്രം നമുക്കറിയാലോ. അങ്ങനെ നമ്മൾ മന വില്ലേജിലെത്തി. ഈ താഴെ കാണുന്നവരെ പിട്ടു എന്നാണ് കേട്ടോ പറയുന്നത്. അവർ ഇങ്ങനെ ഒരാളെ തോളത്ത് ഒരു കൊട്ടയ്ക്കകത്തിരുത്തി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, കുറച്ച് ദൂരം നടക്കണം. അപ്പം അത് അങ്ങനെയുള്ള എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, അതാണ് പിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മന വില്ലേജ്. മന വില്ലേജ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ചാമുളി അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജാണ് കേട്ടോ. ഇന്ത്യയുടെയും ടിബറ്റിൻ്റെ അതിർത്തിയിൽ ഒരു 26 കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ് ഇതിരിക്കുന്നത്. മന വില്ലേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചായക്കട, ഇന്ത്യയുടെ ആദ്യത്തെ കട, ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എല്ലാം ഇവിടെയാണ്. മന വില്ലേജ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവരെന്ന് പറയുന്നത് ഭഗവാന് കമ്പിളി വസ്ത്രം തയ്ക്കുന്നവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ നമുക്ക് കണ്ടറിയാം, മിക്ക വീടുകളുടെയും പുറത്ത് സൈഡുകളിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ കമ്പിളി വസ്ത്രങ്ങൾ തുന്നുന്നത്. ഇപ്പം പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, തണുപ്പിനെ പ്രതിരോധിക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ അവർ തുന്നുന്നുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ വിൽക്കുന്നുമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മന വില്ലേജ് എന്ന് പറയുന്ന ഒരുപാട് ഔഷധച്ചെടികളുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് കാരണം മിക്ക വീടുകളിലെയും മുൻവശത്തായിട്ട് പലതരത്തിലുള്ള ഔഷധച്ചെടികൾ, ഔഷധങ്ങൾ വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് പറയും, സ്ഥിരമായിട്ട് നടക്കുന്നവരല്ല എങ്കിൽ. അങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ശരീരം ചൂടാകുമ്പോഴത്തേനും ശരിയായിക്കോളും എന്നൊക്കെ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത് തുണിയൊക്കെ വിൽക്കുന്നുണ്ട്. അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലുള്ള പൈസയൊക്കെ ഉള്ളൂ. ഗൈസ്, നമ്മൾ മന വില്ലേജിൽ നടന്നുകൊണ്ടിരിക്കണം. നല്ല ദൂരം നടക്കാനുണ്ടല്ലോ. ഇവിടെ മിക്ക വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയൊക്കെ മുൻവശത്തായിട്ട് ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഈ പുരാണ കഥകളിലെ കഥാപാത്രങ്ങളെയൊക്കെയാണ് അവർ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യാസഗുഹയും ഗണപതി ക്ഷേത്രമൊക്കെയാണ്. ഗണപതി ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ ഗുഹ കുറച്ച് മുകളിലാണ്. ഗണപതി ഇവിടുന്നാണ് മഹാഭാരതം എഴുതാൻ വേണ്ടിയിട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാല് ഗണപതിയാണ് വേദവ്യാസന്റെ സ്റ്റെനോഗ്രാഫർ.
കേട്ട് എഴുതിയെടുത്തത്. അങ്ങനെ കേട്ട് എഴുതിയത് ഇവിടുന്നാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കും, ഇവിടുന്ന് എഴുതി. അതിപ്പോ അമ്പലമാണ്. കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇങ്ങോട്ട് വെച്ച കണ്ടീഷൻ, ഗണപതി പറഞ്ഞത് എന്ത് എഴുതണമെങ്കിലും എഴുതുന്നതിന്റെ എനിക്ക് എഴുത്ത് നിർത്താൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കണം. പുസ്തകം വായിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആലോചിച്ചിരിക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ നിർത്തി പോകുന്നു. വേദവ്യാസം പറഞ്ഞു അത് ഓക്കെ, കുഴപ്പമില്ല. തിരിച്ചൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു തന്നാലും മനസ്സിലാക്കിയത് ഗണപതി ഓക്കെ എന്നും പറഞ്ഞു. അപ്പൊ വേദവ്യാസത്തിന് വലിയ കാര്യങ്ങൾ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കനമുള്ള ഒരു ശ്ലോകം ചൊല്ലിക്കൊടുക്കും. ഗണപതി അതിന്റെ അർത്ഥം ആലോചിച്ചിരിക്കുമ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ 10 അധ്യായം ഉണ്ടാക്കും. വളരെ തന്ത്രപൂർവ്വമായിരുന്നു ഇവരുടെ ഒരു ദീപം. മഹാഭാരതത്തിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. കുറെ ചെറിയ ലഘുവായ കാര്യങ്ങൾ വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു വലിയ സാധനം വരും. അപ്പൊ പിന്നെ ഇത് ആലോചിച്ച അർത്ഥം ഒരു അർത്ഥമില്ല, പല അർത്ഥം ഉണ്ടാവും. ഇത് ആലോചിച്ചിട്ടിരിക്കുമ്പോഴേക്കും പുള്ളിക്ക് വേണമെങ്കിൽ കുറെ അധ്യായം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഏതാണ്ട് 1.25 ലക്ഷം ശ്ലോകം രണ്ടുപേരും കൂടി അവിടുന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ഗണപതി ഇവിടുന്ന് എഴുതിയെടുക്കുന്നു. അങ്ങനെയാണ്. ഇതിപ്പോ അമ്പലമല്ലേ? നമ്മളിപ്പോൾ പോകുന്ന ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് വേദവ്യാസം പറയുന്നത് കേട്ട് ഗണപതി എല്ലാം എഴുതിയെടുത്തതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് വീഡിയോ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അമ്പലം പോലെ ആക്കിയതാണ്. അതിലെ തൊഴുത് ഇതിലെ കേട്ടോ ഇറങ്ങി വരുന്നത്. കുഞ്ഞിറങ്ങാറുണ്ട്, ഇച്ചിരി ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഞാൻ അമ്പലത്തിൽ തൊരട്ടെ. നമുക്ക് ശരിക്കും വിഷമാവും കേട്ടോ ഈ പിട്ടു അവരെ കാണുമ്പോഴത്തേനും. ഒരാളെ ഇങ്ങനെ ശരീരത്ത് ചുമന്ന് പോവല്ലേ, അവരത് തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമാവും. ഇപ്പോൾ വിനോദ് ചേട്ടൻ പറയായിരുന്നു, പണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടിൻ്റെ പുറത്തിരുന്നവർ ചെറിയ രീതിയിൽ ഈ തയ്യലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിപ്പോൾ കൂടുതൽ കടകളായി, അവർ കടകളിൽ വെച്ച് വിൽക്കാൻ തുടങ്ങി. അത് ഇച്ചിരി കൂടെ ഡെവലപ്പായി എന്ന് പറയുമായിരുന്നു. വ്യാസഗുഹ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതാണ് വ്യാസഗുഹ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് വേദവ്യാസൻ ഗണപതിയോട് പറഞ്ഞു കൊടുത്ത് മഹാഭാരതമൊക്കെ രചിച്ചത്. നമുക്കിവിടെ നിന്ന് ചൊല്ലാം കേട്ടോ, പ്രാർത്ഥിക്കാം. ഇവിടെ അകത്ത് വീഡിയോ പറ്റത്തില്ല, പുറത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അകത്ത് ഒരു സന്യാസിയോ തിരുമേനി ആരാന്നറിയില്ല, അവരൊരാളിരുന്ന് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് ടിബറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെയും ടിബറ്റിൻ്റെ ഒരു അതിർത്തി 26 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇത് ഈ മലയുടെ അപ്പുറേ ചൈനയാണ് കേട്ടോ. നമ്മൾ അത്ര അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് നമുക്ക് കൈലാസത്തിലോട്ടൊക്കെ പോകാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങോട്ട് കയറ്റത്തില്ല, ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ എന്നാ കാണാൻ പോകുന്നേ? ഭീമൻ ചൂല. നമ്മളിപ്പം താഴോട്ട് പോകുമ്പോഴാണ് സരസ്വതി നദിയുടെ ഉത്ഭവം. കുറച്ച് കല്ലുകളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരിടത്തു നിന്ന് തുടങ്ങുവാണ് സരസ്വതി നദി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് അളകനദിയോട് ചേർന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ കേശവപ്രയാഗ് എന്ന് പറയുന്നത്. ഇതാണ് സരസ്വതി നദി. ഇത് കണ്ടോ, നമ്മൾ ഈ കാണുന്നതാണ് ആ കല്ലുകളുടെ ഇടയിൽ കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തുടങ്ങുകയാണ്. മഴവില്ല് വരുന്ന സരസ്വതിയിലൂടെ. സരസ്വതി നദി നമുക്ക് ഇവിടെ കണ്ട് പിന്നെ അതിങ്ങനെ ഒഴുകി കുറച്ചു ദൂരം പോയി പിന്നെ അത് കാണത്തില്ല. പിന്നെ ഫുൾ മണ്ണിനടി കൂടാണ്. പിന്നെ അളകനത്തിലാണ്, സംഗമത്തിലാണ്, അവിടെയാണ് കാണുന്നത്. പക്ഷെ അതുവരെ മണ്ണിനടി കൂടെ. പക്ഷെ ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങി നടത്തില്ല, പെട്ടെന്ന് ഒരു പാറക്കിടയിൽ നിന്ന് നദി ഒഴുകി വരികയാണ് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് സരസ്വതി ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നു. അളകനന്ദ അവിടെയല്ലേ ഉത്ഭവിക്കുന്നത്? അളകനന്ദ അവിടുന്ന് ഉത്ഭവിച്ച് അവിടെ വന്ന് ഇവിടെ ആയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് അളകനന്ദ ഒഴുകും അല്ലേ. പിന്നെ സരസ്വതി കാണുന്നില്ലല്ലോ. കേശവപ്രയാഗ് അല്ലേ, 5ാമത്തെ. കേശവപ്രയാഗ്. ഭീമൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട പാലമാണ് കേട്ടോ ഈ കല്ല്. അതിപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുക. ഈ കല്ല് കണ്ടോ, ഈ കല്ല് ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ചാന്ന് പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവരെല്ലാം കൂടി മഹാഭാരത പര്യടനം ഒരു സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തിരിച്ചു ഹിമാലയത്തിൻ്റെ ഈ ഭാഗത്ത് പോവുകയാണ്. അങ്ങനെ അവർ നടന്നു വന്ന വഴി
ഒരു മലയിൽ നിന്ന് ഇപ്പുറത്തെ മലയിലേക്ക് കിടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവിടെ നിന്നൊരു കല്ല് ഉരുട്ടി ഇപ്പുറത്തെ പാലം നിർമ്മിച്ചതാണ് ഈ ചൂല എന്ന് പറയുന്നത്. ഇവിടുന്ന് സ്വർഗാരോഹണ മാർഗം തുടങ്ങിയാണ്. ഇതില്ലേ മേളിലോട്ട് പാണ്ഡവര് ദ്രൗപദിയുടെ ഉൾപ്പെടെ ഒരു സ്വർഗാരോഹണത്തിനുള്ള സ്ഥലം പോകുന്ന വഴി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഴുകയാണ്. തിരിഞ്ഞു നോക്കരുതെന്നാണ് പറയുന്നത്. ദ്രൗപദി വീണാൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വീഴും. അവസാനം അണി എന്ന് കഴിഞ്ഞപ്പോൾ യൂസഫിയുടെ പട്ടിയുണ്ട്, അത് യമധർമ്മനാണെന്നാണ് പറയുന്നത്. അതിന് ബാക്കി ആരും എത്തിയില്ലേ? ഇല്ല, ബാക്കി ആൾക്കാർ ഓരോരുത്തർ വഴിക്ക് വീണു. പക്ഷെ അവരെല്ലാം ഒരുമിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ പ്രത്യക്ഷമായി എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. പറയും എൻ്റെ കൂടെ വീണ ആൾക്കാരെ എല്ലാം വേണമെന്ന്, നിനക്ക് സ്വർഗം വേണം, ഇങ്ങനെ എന്തൊരു പരമാണ് ചെയ്യും. അപ്പോൾ പറയും എൻ്റെ കൂടെയുള്ളവരെ അങ്ങനെ അവിടെ വന്ന് അവിടുന്ന് രഥത്തിൽ എല്ലാവരെയും കൂടെ കൊണ്ടുപോവാ. അങ്ങനെ ദേ ഇന്ത്യയുടെ ആദ്യത്തെ ചായക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. ഈ വഴിയാണ് കേട്ടോ മേളോട്ട് സ്വർഗാരോഹണത്തിന് പോയതിപ്പം മാമൻ പറഞ്ഞത്. നിങ്ങളാ ഇടയിലെ മഞ്ഞുമല കണ്ടോ? എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ തൊടാൻ തോന്നുന്നു ഗൈസ്. കൊറേ നേരമായി അങ്ങനെ ആയിപ്പോയതാ. ഇപ്പൊ ചൈനയുടെ ആണ് ആ മഞ്ഞുമല. നടക്കാം, കൊള്ളാം. ഐഡിയ ഒഴുകി വരുന്ന സരസ്വതി നദിയുടെ കളർ കണ്ടോ? നല്ല പച്ച പോലെ അല്ലേ? മറ്റേത് മറ്റേ എന്താ ഭസ്മം കലർന്ന കളർ അളകനന്ദയുടെ, അത് അതിലെ ഒഴുകി വന്ന് ഇവിടുന്ന് സംഗമിച്ച അളകനന്ദയായിട്ട് രണ്ടും കൂടെ ഒഴുകി അങ്ങ് പോവാണ്. ഇതാണ് കേട്ടോ അവരൊക്കെ വീടുകൾ. ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ മുറ്റത്ത് അവരിരുന്ന് ഇങ്ങനെ നെയ്യുന്നൊക്കെ ഉണ്ട്. പതാകയും വെച്ചിട്ടുണ്ട്. നമ്മള് മനാ വില്ലേജിൽ നിന്ന് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു മനാ വില്ലേജ്? കൊള്ളാം, അനുഭവം. പക്ഷെ നടക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. പയ്യെ നമ്മള് സംസാരിച്ച് അടുത്ത് നടന്നപ്പം രസമായിരുന്നു. നടക്കുവാണെങ്കിൽ നമുക്ക് നടക്കാൻ പാടില്ല. ഇത്തിരി കണ്ടല്ലേ നടക്കുന്നേ, രസമായിരുന്നു. നമുക്ക് ആ വടിയും കൂടി കിട്ടിയാൽ നമുക്ക് സുള്ളിൽ നടക്കാം. ഇനി അത്ര ബുദ്ധിമുട്ടുള്ളവരെ മറ്റേ എടുത്തോണ്ട് നടക്കുക. ഈ എടുത്തോണ്ട് നടക്കുന്നത് എന്നാ പറയുന്നേ? കിട്ടുമല്ലോ. അപ്പൊ നമ്മള് ഫുള്ള് കറങ്ങി 2000 രൂപയാണ്. തിരിച്ചോ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ 2000 ആയിരുന്നു കേട്ടോ. ബാർഗിൻ ചെയ്താൽ കുറച്ച് കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇത് അവിടെ പുള്ളി ഒരു ചേച്ചിയെ കയറ്റി എടുക്കാനായിട്ട് ശ്രമിക്കുന്ന കണ്ടവരിക്കും ഭയങ്കര ഇതായിപ്പോയി. അടിപൊളിയായിരുന്നു. അവിടെ ഹെലികോപ്റ്റർ ഉണ്ട് ഗൈസ്. ആർമിയുടെ വണ്ടി വരുന്ന ഒരു പാലമാണ്. മനാ വില്ലേജിനെ പണ്ട് ലാസ്റ്റ് ഇന്ത്യൻ വില്ലേജ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് എന്നാണ് വില്ലേജിന്റെ ബോർഡറിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്ന ആ മല കണ്ടോ? നല്ല രസമില്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മളിതേ ഗോവിന്ദഘട്ടിയിൽ നിന്ന് ഗംഗാരിയിലോട്ട് പോകും. നമ്മൾ ബേസ് ക്യാമ്പിലെത്തി കേട്ടോ. ഈ ഫുഡ് കഴിക്കാനായിട്ട് കുറവാണ്. അതെ, ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഗോവിന്ദഘട്ട് ആണ്. അത് ഇനി ഇവിടെ നല്ല ഗംഗാരിക്ക് പോകണം. അപ്പോൾ ഗംഗാരിക്ക് ഒന്നെങ്കിൽ നമ്മൾ നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകണം. ഈ 3 രീതിയിലുള്ള, അല്ല വണ്ടിയൊന്നും ചെല്ലില്ല. അപ്പം നടന്നു പോകുന്ന പറഞ്ഞാൽ 14ഓളം കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വരും. പകുതി ദൂരം സുമോയിൽ കൊണ്ടുപോകും, മറ്റേ വണ്ടിയിൽ 10 വരച്ച് കൊണ്ടുപോകും. ബാക്കി ദൂരം നടക്കണം നമ്മൾ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കുതിരപ്പുറത്താണ്. അത് കുതിര സർവീസ് ഉണ്ട്, അതിൽ നമുക്ക് കയറി പൈസ കൊടുത്താൽ മതി, നല്ല റേറ്റ് ആയിരിക്കും. പിന്നെയുള്ള ഹെലികോപ്റ്ററാണ്. നേരത്തെ ബുക്ക് ചെയ്യണം, ഇവിടെ വരുന്നതിന് മുമ്പേ ബുക്ക് ചെയ്താലേ ഹെലികോപ്റ്റർ കിട്ടൂ. അപ്പം ഇത്തവണ ഇവിടെ അമ്മയ്ക്കും ആൻറ്റിക്കും ഒക്കെ നടക്കാൻ കുറച്ച് ഇതായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം എനിക്കാണ് ഇവിടെ വേറെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കും ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നടക്കുന്നത് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. നടക്കുന്നത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള നടത്താണ്. പക്ഷേ ഒരു നിൽക്കാതെ ഒരു 7 മണിക്കൂറൊക്കെ നടക്കണം എന്ന് തോന്നുന്നു. അപ്പം ഇന്ന് വൈകിട്ട് അവരിപ്പം പോയി, സുമോയിൽ പോയി. അവരിപ്പം പോയാലേ പകുതി ദൂരം ചെന്ന് ബാക്കി നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവരിപ്പോൾ തുടങ്ങിയാലേ അപ്പോഴത്തേനും എത്തുള്ളൂ. ഞങ്ങൾക്ക് 3 മണിക്കാണ് ഹെലികോപ്റ്റർ എടുക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ബസ് ഞങ്ങളെ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് ക്യാമ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഞങ്ങളെ ഹെലികോപ്റ്ററിൽ കയറ്റുന്നത്. അപ്പോൾ അത് 5 പേരെ വെച്ച് വെയിറ്റ് നോക്കിയൊക്കെയാണ് കൊണ്ടുപോവുക. എന്നിട്ട് ഞങ്ങൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നേരെ ഗംഗാരിയെ ചെല്ലുക, ചെക്ക് ഇൻ ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ നടന്നു വരുമ്പം സന്ധ്യ കഴിയും, രാത്രി ആവുമായിരിക്കും. അപ്പം ഞങ്ങൾ നേരത്തെ എത്തുമല്ലോ.
അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും പോകാനായിട്ട് വെള്ളച്ചാട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പോകാം. പിന്നെ ഗംഗാരിയിലാണ് നമ്മുടെ മെയിൻ ഹേംകുണ്ട് സാഹിബ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, തുങ്കനാഥ്, അങ്ങനെ തുങ്കനാഥ് അവിടെ അല്ലെന്ന് തോന്നുന്നു, ബാക്കിയൊക്കെ അവിടെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം പോകണം. അപ്പം അതിനുവേണ്ടി ഞങ്ങളിനി 3 ദിവസം ഗംഗാരിയിലായിരിക്കും. പക്ഷേ ഫോണിന് റേഞ്ച് കാണത്തില്ല, കറണ്ടിൻ്റെ വിഷയമുണ്ട്, പവർ ബാങ്ക് വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ അവർ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അപ്പം ഇനി നമ്മൾ കൊടും തണുപ്പിലോട്ട് പോയി. ഇതുവരെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പായിരുന്നു. ഇനി അവിടെ എപ്പോഴും 4 ഡിഗ്രിയൊക്കെയാണ്. അപ്പം നല്ല തണുപ്പായിരിക്കുന്ന പറഞ്ഞ്. അപ്പം ഇനി നമുക്ക് വഴിയെ കാണാം. അപ്പം ഞങ്ങൾ ഈ ബസ്സിൽ കയറി ഇപ്പം ഹെലികോപ്റ്ററിൻ്റെ അങ്ങോട്ട് പോകാണ് കേട്ടോ. ബാക്കിയുള്ളവർ പോയി. അപ്പം ഞാൻ അവിടെ ചേട്ടന്മാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് അവർ നടക്കുമ്പോൾ. അപ്പോൾ അവരതിൻ്റെ വീഡിയോ കൊണ്ടുവരും. അപ്പം അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് ഹെലികോപ്റ്ററും തിരിച്ച് നടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നടക്കുന്ന വീഡിയോയും കാണിക്കാം. തിരിച്ച് നടക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. അപ്പോൾ തിരിച്ച് നടന്നല്ലേ വരുന്നത്, അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചേട്ടന്മാർ എടുത്തു തരാമെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അവർ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഹെലികോപ്റ്റർ പോകുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. ഇത്രയും കാലം ഉത്തരാഖണ്ഡ് പീപ്പിളിനോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മളിങ്ങനെ മേലാല് ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യില്ല കേട്ടോ. IRCTSക്കാർ സ്ലോട്ട് കാണിച്ച് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്താണ്. അപ്പോൾ ഇവർ പറയുന്ന IRCTSക്കാർ ഓവർ ബുക്ക് ചെയ്തു എന്നൊക്കെ. എന്നിട്ട് നമ്മൾ രാവിലെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ട് നിൽക്കുന്നതാണ്. ഇപ്പം അതേ സമയം 5:15. നമുക്കിതുവരെ കയറ്റിയിട്ടില്ല. നമ്മളെ കഴിഞ്ഞ് വന്നതും ഇന്ന് ബുക്ക് ചെയ്തവരെയും പിന്നെ ജസ്റ്റ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ് വന്ന ഇന്നവരെല്ലാം കയറ്റി വിട്ടു. നമ്മളെ ഇതുവരെ കയറ്റി വിട്ടില്ല. ഇപ്പോഴും അവർ സംസാരിക്കാൻ പോലും റെഡി അല്ലായിരുന്നു. എല്ലാം ഭയങ്കര കൈക്കൂലിയുടെയൊക്കെ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം കുറച്ച് മുമ്പ് വരെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ട ഒരു ടീമിനെ കുറച്ച് മുമ്പ് ഒരു ഇതില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പുറത്തോട്ട് ഇറങ്ങിയത് പിന്നെ കയറി വന്ന് അവരെ 3 നേരം കയറ്റിവിട്ട് ഞങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. ആദ്യം പറഞ്ഞ് ആദ്യത്തെ 6 പേരെ മാത്രം ഇടാം, 14 പേരെ ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ പേർ, 6 പേരെ മാത്രം ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ ഓക്കെ ആക്കി പ്രായമുള്ള 6 അമ്മൂമ്മമാരെ മാത്രം ഇടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു ടീം വന്ന് അവർ പുറത്തോട്ട് വിളിച്ചോണ്ട് പോയി പൈസ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്ലാൻ മാറി. അവരെ 3 നേരം വിടാം, ഞങ്ങളെ വേണേൽ 3 പേരെ മാത്രമായിട്ട് വിടാമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും നാളത്തെ ഹെലികോപ്റ്ററിനെ വിടുകയുള്ളൂ. ചുമ്മാ നമ്മുടെ ബാക്കി ടീം ഫുൾ ഇപ്പോൾ അവിടെ എത്തും. നമ്മൾ മാത്രം ഫുള്ളിങ്ങനെ പെട്ടിങ്ങനെ ഇതിന് മുമ്പ് ഇരിക്കുമോ. ഞങ്ങൾ ഉച്ചതൊട്ട് വന്ന് ക്യൂ നിൽക്കുവാണ് ഫുൾ ടീം. എന്നിട്ട് ഇപ്പോൾ വന്നവരെല്ലാം വിട്ടു. അവർ മൊത്തം സിക്കാരൊക്കെ ഹേംകുണ്ട് സാഹിബിലോട്ടൊക്കെ പോകാനായിട്ടൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പം പിന്നെ അങ്ങനെ മാത്രമല്ല ബാക്കി ഡൽഹിയിൽ നിന്നായിട്ടുള്ള എല്ലാവരും ഉണ്ട്. എന്നിട്ടിപ്പോൾ പറയുന്നത് ഇനി ഹെലികോപ്റ്റർ ഇല്ല, ഇനി ഫ്ലൈ ചെയ്യത്തില്ല, അവസാനത്തെ ഇനി വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇനി എന്താവും നടത്തില്ല. ഇനി എന്തായാലും നമ്മൾ ഈ പരിപാടിക്കില്ല, നടന്നു പോയാലും ഹെലികോപ്റ്റർ ബുക്കിംഗ് ഇല്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫുൾ പ്ലാനും ചീറ്റിപ്പോയി. അപ്പോൾ ഫ്ലൈറ്റ് അവരെടുത്തില്ല. നമുക്ക് തോന്നി അവരുടെ ആ ഒരു സംസാരവും രീതികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഇനി നമ്മൾ ഹെലികോപ്റ്റർ പരിപാടി ഇല്ല കേട്ടോ. ഇനി വരുന്നവരെ ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ നടന്നു നോക്കൂ, അല്ലെങ്കിൽ ഒട്ട് വൈകി കുതിരപ്പുറത്ത് പോവുക. നടക്കാൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ തിരിച്ചെന്തായാലും നടക്കുകയുള്ളൂ. ഇനി നാളത്തേക്ക് അവർ എടുത്ത് എക്സ്റ്റെൻഡ് തന്നിട്ടുണ്ട്. നാളെ രാവിലെ ഏർലി മോർണിംഗ് വിടാമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്നിട്ട് പറയുന്നു ചിലപ്പോൾ ഉച്ചവരെ ആകുമായിരിക്കും, എന്തായാലും നോക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഓഫീസിൽ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ റൂം എടുത്തു. ഇവിടെ കയറി ഇനി നാളെ ഏർലി മോർണിംഗ് 6:30 ആകുമ്പോഴത്തേനും റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നാളെ നോക്കാം നമുക്ക് എന്താവും അറിഞ്ഞൂടാ. നാളെ എല്ലാം ഞങ്ങളുടെ ഫുൾ പ്ലാൻ. ഇന്ന് അവിടെ പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നാളെ രാവിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് പോകാനായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞത്. ബാക്കി ഫുൾ ആൾക്കാർ ഇന്ന് അവിടെ എത്തും, നമ്മൾ മാത്രമാണ് ചെല്ലാത്തത്. അപ്പം ഇനി നാളെ നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. രാവിലെ എന്തായാലും നമുക്ക് റെഡി ആയി പോകും. അപ്പം ഞങ്ങളിപ്പോൾ 14 പേരുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ റൂം കയറി ഇനി ഫ്രഷായി ഇനി ഒരു ചായ കുടിച്ച് ഇനി ഫ്രഷായി ഇന്ന് റെസ്റ്റ് എടുക്കും. ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ പോയോ എന്തായെന്ന് അറിയാനായിട്ട് അടുത്ത വീഡിയോ കാണുക. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ.